നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹെൽപ്ലസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ മനസ്സ് സങ്കീർണമായ ഒന്നാണ്. മാനസികാരോഗ്യത്തെ പറ്റിയാണെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യം അതിപ്രധാനമാണ്. ലോകാരോഗ്യ സംഘടനയുടെയൊക്കെ കണക്കനുസരിച്ചിട്ട് നല്ല ബോഡിയും മസിൽ മാസും ഒക്കെ ഉള്ള ഒരാളെ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന് വിളിക്കാനാവില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മാനസിക നിലവാരവും ആരോഗ്യവും കൂടി സന്തുലിതമായിട്ട് വന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ഒരു ഉത്തമ പുരുഷൻ അല്ലെങ്കിൽ ഉത്തമ സ്ത്രീ എന്ന് നമുക്ക് പറയാനാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ലോകാരോഗ്യ സംഘടന അടക്കം അതിനെ അത്ര ഗൗരവമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, മനസ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് സാധ്യതകളൊക്കെ നമുക്കുണ്ട്. ധാരാളം പേര് അത്തരം സാധ്യതകൾ ഉപയോഗിച്ച് ജീവിതത്തിൽ മുന്നേറുന്നുമുണ്ട്. ഏറ്റവും അധികം പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരുന്ന ഒന്നാണ് മനസ്സ്. അപ്പോൾ ഈ ഇത്രയും സങ്കീർണമായ മനസ്സിനെ പറ്റി നമുക്ക് ചോദിച്ചറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഡോക്ടർ ടൈറ്റസ് പി വർഗീസാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ തിരുവല്ലയിലും കോഴിക്കോടും ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന സീനിയർ സൈക്കോളജിസ്റ്റുകളിൽ ഒരാളാണ്. ഒരുപാട് വർഷത്തെ ക്ലിനിക്കൽ പരിചയം അദ്ദേഹത്തിന് ഈ മേഖലയിലുണ്ട്. ഡോക്ടറോട് നമുക്ക് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന വിഷയമാണ്. നമുക്ക് സ്നേഹപൂർവ്വം ടൈറ്റസ് സാറിനെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാം. നമസ്കാരം. ഞാൻ മുഖവരയിൽ പറഞ്ഞ പോലെ മനസ്സ് അതിസങ്കീർണമായ വിഷയമാണ്. കാരണം ഒരുപാട് ആളുകൾ അതേപ്പറ്റി തന്നെ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ ഇടയിൽ ഈ മനസ്സ് കാരണം ബുദ്ധിമുട്ടിയിട്ട് ജീവിതം മുന്നോട്ട് നയിക്കാനാവാത്ത ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും സങ്കീർണമായൊരു കാര്യത്തെപ്പറ്റി നമുക്ക് ആദ്യം ചോദിക്കാം. എന്താണ് സാർ മനസ്സിൻ്റെ അതിൻ്റെ വ്യവഹാര രീതികൾ എങ്ങനെയൊക്കെയാണ്? ആക്ച്വലി നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മളെ ജനിച്ചു വരുന്ന നിമിഷം തൊട്ട് ഈ നിമിഷം വരെ നമ്മൾ കടന്നു പോയിട്ടുള്ള, അറിഞ്ഞോ അറിയാതെയൊക്കെ കടന്നു പോയിട്ടുള്ള ജീവിതാനുഭവങ്ങളുടെ ഒരു ടോട്ടാലിറ്റിയാണ് നമ്മുടെ മനസ്സെന്ന് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. അതിൽ നമ്മൾ അറിഞ്ഞ സംഭവങ്ങളുണ്ടാവും, അറിയാതെ ഉണ്ടായ അനുഭവങ്ങളുണ്ടാവും, നമ്മൾ ഭയപ്പെട്ട അനുഭവങ്ങളുണ്ടാവും, കോപിച്ച സംഭവങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തിയ അനുഭവങ്ങൾ, കുറ്റബോധത്തിലേക്ക് നമ്മളെ നയിച്ച അനുഭവങ്ങൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളുടെയും ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് സൂചിപ്പിക്കാം. അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. ഒരു വ്യക്തി ഒരു പ്രശ്നത്തിന് നേരിടുന്ന അതേപോലെ അല്ല മറ്റൊരു വ്യക്തി ഒരു പ്രശ്നത്തിന് നേരിടുന്നത്. നമുക്കറിയാം, കൊലപാതകം അടക്കം നടത്തിയിട്ട് വളരെ കൂളായിട്ട് അതൊക്കെ ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി വന്നു എന്ന് മാത്രം കരുതുന്ന ഒരാളും ഒരു വളർത്തുമുഖത്തിന് ഏറ്റവും കൊന്നുപോയ ഒരവസ്ഥയിൽ ജീവിതകാലം മുഴുവൻ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്, നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പം വളരെ ചെറിയ ഒരു ഇൻസിഡന്റ് പോലും ആളുകൾ പല രീതിയിലാണ് എടുക്കുന്നത്. അപ്പം ഇതിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിന്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ്, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തരത്തില് തീരാത്ത വ്യഥയായിട്ട് അല്ലെങ്കിൽ പശ്ചാത്താപമായിട്ടൊക്കെ ചെറിയ ഇൻസിഡന്റിന്റെ ബേസിലൊക്കെ ഉരുകി നീറി ജീവിക്കുന്ന ആളുകളൊക്കെ നമ്മളുടെ ഇടയിലുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ കുറ്റങ്ങൾ പോലും ചെയ്തിട്ട് നിസ്സാരമായിട്ട് കണ്ടുകൊണ്ട് ജീവിക്കുന്ന ജയിലൊക്കെ നമുക്ക് പരിചയം പറഞ്ഞു പോകുന്ന ആളുകളും നമ്മളുടെ. അപ്പോൾ പ്രധാന ഈ മാനസിക പ്രശ്നങ്ങളെ എങ്ങനെയാണ് സാർ നമുക്ക് മാനസിക പ്രശ്നങ്ങളെ നമുക്ക് സൈക്കോളജിക്കൽ ടേംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. പക്ഷെ ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയത്തിന്റെ പ്രശ്നങ്ങള്, കോപത്തിന്റെ പ്രശ്നങ്ങള്, നഷ്ടബോധത്തിന്റെ പ്രശ്നങ്ങള്, കുറ്റബോധത്തിന്റെ പ്രശ്നങ്ങള്. ഇതിൽ ഭയവും കോപവും ശരിക്കും ഇടത്ത് തലച്ചോറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കുറ്റബോധവും നഷ്ടബോധവും നമ്മുടെ വലത് തലച്ചോറുമായിട്ടാണ് ഡോമിനന്റ്ലി ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ ഭയവും കോപവും എന്ന് പറയുന്ന ഇടത് തലച്ചോറ് എന്ന് പറയുമ്പം പ്രധാനമായിട്ട് അച്ഛനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അച്ഛന്റെ സ്വാധീനം അതിനകത്ത് ഏറെ വരുന്നുണ്ട്, കുറെ ഏറെ വരുന്നുണ്ട്. അതെ അതെ അതെ. നഷ്ടബോധവും കുറ്റബോധവും എന്ന് പറയുന്ന ആ തലങ്ങൾക്ക് നമ്മുടെ അമ്മയുമായിട്ടുള്ള സാമീപ്യത്തിന്, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് അറിയാതെ നമ്മൾ എന്താ പറയുന്നത് സ്വായത്തമാക്കുന്ന ആ സംഭവങ്ങളാണ് ഒരു പരിധി വരെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അതെ അതെ, അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അങ്ങനെ ഈ 4 തരത്തില് 4 തരം പ്രശ്നങ്ങളാണ് ഏതൊരു മനുഷ്യനും ഉള്ളതെന്ന് വേണമെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന വാക്കുകൾ ഒന്ന് സ്ട്രെസ്സാണ്, അല്ലേ? നമ്മൾ ചെറിയ LKGക്ക് പഠിക്കുന്ന കുട്ടി മുതൽ
ഉന്നത നിലയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് വരെ ഈ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അത്രയധികം നമ്മുടെ സമൂഹത്തെ ഈ സ്ട്രെസ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് കുറച്ച് ടെൻഷനിലേക്ക് കടന്നിട്ട് അവസാനം അമിത രക്തസമ്മർദ്ദമൊക്കെ അനുഭവിക്കുന്ന ആളുകൾ, ജീവിതകാലം മുഴുവൻ മരുന്ന് കുടിച്ചുകൊണ്ട് പോകുന്ന ആളുകളൊക്കെ നമുക്ക് കാണാറുണ്ട്. പലർക്കും ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു സമയത്ത് സാറിനെ പോലെയുള്ള സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് അഭയം തരുന്നതും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്താണ് സ്ട്രെസ്, അതിനെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും സർ? ആക്ച്വലി സ്ട്രെസ് എന്ന് പറയുന്ന വേർഡ് തന്നെ സൈക്കോളജിക്കൽ, അത് ഫിസിക്സിൽ നിന്നുണ്ടായതാണ്. അപ്പം സ്ട്രെസ് നമ്മൾ പറഞ്ഞാലും ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ അടിച്ചമർത്തിയ ദേഷ്യമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തോട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയോട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയോടുള്ള സപ്രസ്ഡ് ആങ്കർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അടിച്ചമർത്തുന്നതിനാണ് സ്ട്രെസ് എന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ അടിച്ചമർത്തപ്പെട്ട ദേഷ്യത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന ആ ഇംഗ്ലീഷ് വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ നമുക്കറിയാം, നമ്മൾ ജനിച്ചു വീഴുന്ന സമയം തൊട്ട് ഒരുപാട് ദേഷ്യപ്പെട്ട അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കരഞ്ഞ അനുഭവങ്ങൾ, നമ്മൾ പലപ്പോഴും കരയുന്ന പോലും അടിച്ചമർത്തിയ ദേഷ്യം നമുക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയിലാണ് നമ്മൾ മിക്കപ്പോഴും കരഞ്ഞു തന്നെ പോകുന്നത്. നമ്മൾ ആരെങ്കിലും നമ്മളെ ഒന്ന് ചീത്ത വിളിച്ചു, ആ ചീത്ത വിളിച്ച് നമുക്ക് അതേപോലെ തന്നെ തിരിച്ചു പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അവിടെ ചിലപ്പം ഒട്ടും കരഞ്ഞെന്ന് വരില്ല. കുട്ടികളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. പിന്നെ ആരെങ്കിലും തല്ലിയാൽ നമ്മൾ കരയുന്ന പിന്നിൽ പോലും തിരിച്ചു രണ്ടെണ്ണം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കരഞ്ഞെന്ന് വരില്ല. അതെ 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 സപ്രസ്ഡ് ആങ്കറാണ് പലപ്പോഴും നമ്മൾ സ്ട്രെസ്സിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഓഫീസിന്റെ സാഹചര്യത്തിൽ ജോലി ഭാരം എന്ന് പറയുമ്പോൾ ജോലി നമുക്ക് അധികമായിട്ട് ഏൽപ്പിച്ച സുപ്പീരിയറോടുള്ള ദേഷ്യം ഉണ്ടല്ലോ, നമ്മളോട് എന്താ പറയുന്നത്, അടിച്ചമർത്തി നമുക്കൊരു വോയിസ് ഇല്ലാത്ത തരത്തിൽ ജോലിഭാരം ഏൽപ്പിച്ച നമ്മുടെ സൂപ്പർവൈസറുള്ള ദേഷ്യം, ടൈം ബൗണ്ടറി ചെയ്തു തീർക്കണം എന്ന് പറയുമ്പോൾ ദേഷ്യമാണ്. അതാണ് നമ്മൾ സ്ട്രെസ് എന്ന് നമ്മൾ പിന്നീട് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയാണ് ആ ചിന്തകളാണ് പിന്നെയും പിന്നെ ഇവരെ മതിക്കുന്നത്. അതെ 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 തീർച്ചയായും. ആ സ്ട്രെസ് അവര് ഓഫീസിലെ ആ സ്ട്രെസ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്ന സ്ട്രെസ് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതൊരു കുടുംബജീവിതത്തെ ബാധിക്കുന്നു, ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്നു. അങ്ങനെ പോവുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് പാറ്റേൺ, അതിന്റെ രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദേഷ്യപ്പെട്ട അനുഭവങ്ങളുണ്ടല്ലോ, ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് ഒട്ടും പ്രകടിപ്പിച്ചൊന്നും വരില്ല, അങ്ങനെ ഒട്ടും എക്സ്പ്രസ് ചെയ്യാതെ പോയ ദേഷ്യപ്പെട്ട അനുഭവങ്ങൾ തന്നെ അതിന്റെ അത്രത്തോളം തോതിലേക്ക് ദേഷ്യപ്പെട്ട് കാണത്തില്ല. ഒരു 90% ദേഷ്യപ്പെട്ട ആ ഒരു വേളയിൽ ചിലപ്പോൾ ഒരു 10% ചിലപ്പോൾ ദേഷ്യപ്പെട്ട് കാണത്തുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഉള്ളിൽ ഒതുക്കിയതായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഒട്ടും പ്രകടിപ്പിക്കാൻ പറ്റാത്ത ദേഷ്യാനുഭവങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് വെച്ച്, ഏതൊക്കെ സമയത്ത്, ഏതൊക്കെ ഇന്ദ്രിയാനുഭവങ്ങളിലൂടെയാണ്, അത് കണ്ടതാണോ, കേട്ടതാണോ, തൊട്ടതാണോ, മണത്താണോ എന്നൊക്കെ കണ്ടെത്തിയിട്ട് അതിന്റെ സർപ്ലസ് ഇമ്പാക്ട്, അതായത് അധികരിച്ച സ്വാധീനം ഡീകോഡ് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞ ഒരു അഡ്വാൻസ് ആ മെത്തഡാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ മരുന്ന് അല്ലെങ്കിൽ ഷോക്ക്, ഹിപ്നോട്ടിസം, ഉപദേശം, കൗൺസിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പല ഓരോരോ അനുഭവങ്ങൾ എടുത്തിട്ട് ഇൻകമിംഗ് ആയിട്ട് നമ്മളിലേക്ക് വന്നതാണ് ഓരോ സംഭവങ്ങളും. അതെ അതെ അതെ. ചിലപ്പോൾ ഇപ്പം അടുത്തെത്തുന്ന ക്ലയന്റിന് ഒരു 25 വയസ്സാണെങ്കിൽ അവൻ പറയുന്ന പ്രശ്നം 25 വയസ്സിലെ ആണെങ്കിൽ പോലും അതിന്റെ റൂട്ട് കോസ് അന്വേഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ 2 വയസ്സിലും 5 വയസ്സിലും ഒക്കെ ഉള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും. ചിലപ്പം അവനെ അച്ഛൻ വല്ലാതെ ശാസിച്ചത്, അനാവശ്യമായി ശാസിച്ചത്, അല്ല ചിലപ്പോൾ അച്ഛന്റെ സ്നേഹം കിട്ടാതെ വന്ന്, അല്ലെങ്കിൽ അമ്മയിൽ നിന്നുണ്ടായ വല്ലാത്തൊരു തെറ്റിദ്ധാരണ, അങ്ങനെ ഉണ്ടായ സപ്രസ്ഡ് ആങ്കർ, ഇങ്ങനെ ഒരുപാട് ദേഷ്യ അനുഭവങ്ങൾ അവന്റെ ഉള്ളിൽ കോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. വെച്ച സമയത്തായിരിക്കും അവന്റെ ചിലപ്പോൾ 25 വയസ്സിൽ ജോലി സ്ഥലത്തുണ്ടായ ഒരു പ്രശ്നം അവനെ വല്ലാതെ സ്ട്രെസ്സിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പൊ നമ്മൾ നേരെ റിവേഴ്സ് ഗിയറിൽ പോവാണ്. റിവേഴ്സ് ഗിയറിൽ പോയിട്ട് ഓരോരോ അനുഭവങ്ങളുടെ നെഗറ്റീവ് ഇമ്പാക്ട് ഡീകോഡ് ചെയ്ത് മാറ്റുമ്പോൾ അങ്ങനെ റിവേഴ്സിൽ നിന്ന് എത്തി ഇപ്പോഴത്തെ ആ പ്രായത്തിലെത്തുന്ന അവൻ പറയുന്ന സംഭവം അതിന്റെ ഇമ്പാക്റ്റും ഡീകോഡ് ചെയ്ത് മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ഒരു എന്താ പറയുന്നത്, പൂർണ്ണമായിട്ട് അവൻ സ്ട്രെസ്സിൽ നിന്ന് മോചിതനായ ഒരു അവസ്ഥയിലേക്ക് എത്തി. അതെ 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 അതെ. പലപ്പോഴും ഈ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഓർമ്മയിൽ ഇപ്പം പ്രസന്റ്ലി ഉള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും മിക്കവാറും പറയുന്നത്. നമ്മൾ പറയുന്നത് മാത്രം കേട്ടാ പോരല്ലോ, പറയാത്തതും കൂടെ നമുക്ക് കേൾക്കാൻ പറ്റണം. അപ്പം അങ്ങനെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ജീവിതാനുഭവങ്ങളുടെ ഇമ്പാക്റ്റ് മാറ്റിക്കഴിയുമ്പോൾ, അത് ഡീകോഡ് ചെയ്ത് മാറ്റിക്കഴിയുമ്പോൾ, അത് ഓർമ്മയെടുത്ത് കളയോ ബോധം കെടുത്തോ ഒന്നുമല്ല, ഇന്ദ്രിയാനുഭവ സ്വാധീനം, ഓരോരോ അനുഭവങ്ങളിലൂടെ നമ്മളിലേക്ക് വന്ന നെഗറ്റീവായ സ്വാധീനം, ആ സ്വാധീനം നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഫ്രീ ആകുക. അതെ, നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് ഈ കഠിനമായ ദേഷ്യമൊക്കെ നായകനോ നായികയോ ഒക്കെ ഈ പഞ്ച് ചെയ്ത് തീർക്കുന്നതൊക്കെ നമ്മൾ പല ഇൻസിഡന്റിന്റെ റിസൾട്ട് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്ത് തീർക്കുന്ന കാണാം. അവിടെ കാണിക്കാൻ പറ്റാത്ത ദേഷ്യം ഇങ്ങനെ ഒരു
അതിന്റെ ഒരു വെന്റ് കൊടുക്കുക, ഒരു ഔട്ടിലേക്ക് ഒരു വഴി കൊടുക്കുക എന്നുള്ള അതെ രീതിയിലാണ്. അതെ ആക്ച്വലി അത് ദേഷ്യം തന്നെയാണ്. ആ, ദേഷ്യം എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് ചെയ്യപ്പെടണം. ദേഷ്യം പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാതെ പോകുമ്പോഴാണ് പ്രശ്നമുണ്ട്. അപ്പം ഫിസിക്കലി എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്ന നല്ലൊരു ഔട്ട്ലെറ്റ് തന്നെയാണ്. ആ, ആ, കാരണം കായികമായിട്ടുള്ള കുട്ടികൾ, എന്താ പറഞ്ഞ കായിക അധ്വാനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണെങ്കിലും അത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. സ്പോർട്സിലൊക്കെ ഉള്ളവർക്കെന്ന് പറയുമ്പോൾ അവർക്ക് അതിന്റെ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നുണ്ട്, ഒരു ഔട്ട്ലെറ്റ് കിട്ടുന്നുണ്ട്. അവർ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ശാന്തമാണ്. ആ കുട്ടികൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ വായിക്കാൻ പറ്റും. പക്ഷെ എല്ലാം ഉള്ളിൽ ഒതുക്കി, എന്താ പറയാ, അത് എക്സ്പ്രസ് ചെയ്യാതെ ഒതുക്കിക്കൊണ്ട് പോകുന്നവരിലാണ് ഈ സ്ട്രെസ്സിന്റെ ലെവല് വളരെ ഹൈപ്പിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുള്ളത് അല്ലേ. അപ്പൊ എന്തിനും നമുക്കൊരു തുറന്നുവിടൽ ആവശ്യമാണല്ലോ അല്ലെ, സപ്രസ് ചെയ്ത്. അതെ, തീർച്ചയായിട്ടും. അതെ, അതിനൊന്ന് തുറന്നു വിട്ടിട്ട് മനസ്സ് ശാന്തമായാൽ, മനസ്സും ശരീരം കൂടെ ചേർന്നാണല്ലോ ഒരു വ്യക്തിത്വം എന്നൊക്കെ, മൈൻഡ് ആൻഡ് ബോഡി ആണല്ലോ. തീർച്ചയായും തീർച്ചയായും. നമുക്കറിയാം, നമ്മൾ സാമൂഹികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് വളർന്നു വരുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീടിനകത്ത് അടച്ചിരുന്നുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലൊക്കെ നമ്മൾ പുറത്തൊക്കെ ഇടപെട്ടിട്ട് അങ്ങനെ അതിൻ്റെ സാന്നിധ്യങ്ങളോടൊക്കെ പൊരുത്തപ്പെട്ടുകൊണ്ടൊക്കെ ജീവിച്ച് വളർന്നു വരുന്ന ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന കുറേ കാരണങ്ങൾ പിന്നീട് നമുക്ക് മാനസിക പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് സാർ ഭാവിയിൽ മാനസിക പ്രശ്നങ്ങളാവാൻ സാധ്യതയുള്ളത്? ആ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. അതായത് ഏതൊരു വ്യക്തിയുടെ അല്ലെ ഏതൊരു കുട്ടിയുടെയും അടിത്തറ എന്ന് പറയുന്നത് അവൻ്റെ അച്ഛനും അമ്മയുമാണ്. അച്ഛൻ്റെ വാത്സല്യവും അമ്മയുടെ സ്നേഹവും കിട്ടി വേണം ഏതൊരു വ്യക്തിയും അവൻ വളർന്നു വരാൻ. അപ്പം നമ്മുടെ ഒരു 14-15 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഏറ്റവും പ്രധാന കാലഘട്ടം. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ഉൾമനസ്സിന്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാന ഘട്ടമാണ്. അത് ആ ഘട്ടത്തിനുള്ളിൽ അനുഭവിക്കേണ്ടി വരുന്ന അനുഭവങ്ങള്, സംഭവങ്ങളൊക്കെയാണ് ഏതൊരാളുടെയും അടിത്തറയായിട്ട് മാറാറുള്ളത്. അപ്പം അങ്ങനെ കണക്കാക്കുമ്പോൾ അച്ഛന്റെ സ്നേഹം അല്ലെങ്കിൽ അച്ഛന്റെ വാത്സല്യം എന്ന് പറയുന്നത് ശബ്ദത്തിലൂടെയും സ്പർശനത്തിലൂടെയും ഒക്കെ കിട്ടി വളരുന്ന ഒരു കുട്ടി വളരെ കോൺഫിഡന്റ് ആയിരിക്കും. അപ്പം കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ നാട്ടിൻപുറത്ത് നോക്കിയാൽ അറിയാം, അച്ഛനുമായിട്ട് അടുപ്പമുള്ള കുട്ടി അല്ലെങ്കിൽ അച്ഛനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ കോൺഫിഡന്റ് ആയ കുട്ടിയായിരിക്കും, ധൈര്യശാലിയായ കുട്ടിയായിരിക്കും സാധാരണഗതിയിൽ. ഞാനൊരു ഡോമിനന്റ്ലി ആ ഒരു രീതി പറയുന്നതാണ്. മിക്കവാറും പേരിൽ നമുക്ക് അങ്ങനെയാണ് കാണാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ അമ്മയുമായിട്ട് അടുപ്പമുള്ള കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്നേഹത്തിന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മയായിട്ട് ചേർന്ന് നിൽക്കുന്ന കുട്ടി, അമ്മയായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് അങ്ങനെ വളരുന്ന കുട്ടി എന്ന് പറയുമ്പോൾ സ്നേഹമുള്ള കുട്ടിയായിരിക്കും. കുറച്ച് നന്മയൊക്കെ ഉള്ള കുട്ടിയെ ആ ഒരു തരത്തിൽപ്പെടുത്ത ഒരു കുട്ടിയായിരിക്കും മിക്കവാറും അവനല്ലെങ്കിൽ അവള്. അപ്പം ഇത് കണ്ട് അച്ഛനോ അമ്മയോ അറിഞ്ഞു ചെയ്യുന്നത് ആവണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ പ്രകൃതിയുടെ ഒരു എന്താ പറയുന്ന ഒരു നിയമം എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പം അങ്ങനെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ അച്ഛന്റെ സാന്നിധ്യവും അമ്മയുടെ സാമീപ്യവും ഒന്നും കിട്ടാതെ വളരുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതൊരു അടിസ്ഥാന കാരണം തന്നെയാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ അച്ഛന്റെ സാന്നിധ്യം കിട്ടാതെ ഒരു വ്യക്തി വളരുന്ന ആ ഒരു അവസരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഭയം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ വല്ലാത്ത ഭയം, പേടി. കാരണം ധൈര്യത്തിന്റെ അറിഞ്ഞോ അറിയാതെയോ സോഴ്സ് ആയിട്ട് മാറുന്ന ആളെന്ന് പറയുന്ന അച്ഛനാണ്, പിതാവാണ്. അങ്ങനെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, അതെ, അല്ലെങ്കിൽ അച്ഛന്റെ സാന്നിധ്യം ഇല്ലാതെ വളരുന്ന ഒരു അവസ്ഥ, അച്ഛൻ ചെറുപ്പത്തിൽ വീട് വിട്ടുപോയ അവസ്ഥ, അല്ലെങ്കിൽ അച്ഛന് വേറൊരു ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞ ഒരു അവസ്ഥ, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ അച്ഛന്റെ സാന്നിധ്യത്തിന്റെ അവിടെ ഒരു ശൂന്യത വരിക, അല്ലെങ്കിൽ അമ്മയുടെ ഒരു സാമീപ്യം. ചിലപ്പോൾ അമ്മ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ അമ്മയുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ചിലപ്പം പല പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പം നിർഭാഗ്യവശാൽ കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ. അതൊക്കെ എന്ന് പറയുമ്പോൾ അമ്മയുടെ ഒരു ശൂന്യത വരുന്നത്. അമ്മ ശാരീരികമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും പോസിറ്റീവായിട്ട് നമുക്ക് കോഡ് ചെയ്യുന്നില്ല. അമ്മയുടെ സാമീപ്യം കോഡ് ചെയ്യാതെ വരുമ്പോൾ അവിടെ ഒരു ശൂന്യത വരുന്നുണ്ട്. അതൊക്കെ വ്യക്തിത്വത്തിനെ ബാധിക്കുന്നു. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വളരെ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന സെക്ഷൽ അബ്യൂസ്, ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത്. അത് വളരെ അടുത്ത ബന്ധത്തിൽപ്പെട്ടതായിട്ടാണെങ്കിൽ അതിന്റെ ഒരു തീവ്രത വളരെ ഏറെയാണ്. വീണ്ടും വരെ കാണേണ്ട ഒരു അവസ്ഥ വരുമല്ലോ. തീർച്ചയായിട്ടും. നമുക്കത് പുറത്തേക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ.
അതൊക്കെ ഒരു സപ്രസ് ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. അത് സപ്രസ്ഡ് ഗിൽറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഏതൊരു കുട്ടിക്കും ഏതൊരു കുഞ്ഞിനും സെക്ഷുവാലിറ്റി പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്ന് പറയുന്നത് അവനൊരു അഡൽട്ട് ആയതിനു ശേഷമാണ്, മാനസികമായിട്ട് അഡൽട്ട് ആയതിന് ശേഷം മാത്രമേ ഉള്ളൂ. അപ്പം ആ ടെൻഡർ ഏജിൽ ഇളം പ്രായത്തിലുള്ള ലൈംഗികത എന്ന് പറയുന്നത് നമുക്കറിയാം സ്പർശനമാണ് അല്ലെ, സ്പർശനമായിട്ട് കണക്ട് ആണ്. ഇന്ദ്രിയാനുഭവം അതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് നിൽക്കുന്ന സ്പർശനമാണ്. അത്തരം അനുഭവങ്ങൾ വല്ലാതെ അവന്റെ മാനസികാവസ്ഥയെ ബാധിക്കുകയും അതിനുശേഷം പിൽക്കാലങ്ങളിൽ ഒരു മാനസിക അസ്വാസ്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ മാനസിക പ്രശ്നത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് അറിഞ്ഞാതെ ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത തലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇൻസിഡൻസുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുന്നതിലൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. അതെ. ഓക്കെ. അടുത്തായിട്ട് നമുക്ക് സാറിൻ്റെ അടുത്ത് അറിയാനുള്ളത്, ഏറ്റവും അധികം ആളുകൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒന്നാണ് വിഷാദം എന്നുള്ള അവസ്ഥ അല്ലെ. വളരെ മൂടിയായിട്ടിരിക്കുക, ഒന്നും ചെയ്യുന്നതിൽ സന്തോഷമില്ലാതിരിക്കുക, ജീവിതം മതിയായി മടുത്തു എന്നൊക്കെ തോന്നുക. വീട്ടിൽ കാറും കപ്പലും ബംഗ്ലാവും ഒക്കെ ഉണ്ടാവും, പക്ഷെ എങ്കിൽ പോലും ഒരു ഉള്ളിലൊരു ഹാപ്പിനെസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അത് വല്ലാത്തൊരു സങ്കടകര അവസ്ഥയാണ്. ലോകം മുഴുവൻ നമ്മുടെ കൈപ്പീടിൽ ഒതുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിട്ട് പോലും അതൊന്നും ആസ്വദിക്കാൻ കഴിയാതെ വല്ലാതെ ഉൾവലിഞ്ഞിരിക്കുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരയും, പ്രയാസപ്പെടും. പക്ഷെ ഇത് പല സ്റ്റേജിൽ നമുക്ക് കാണാം. ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് മെനോപോസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളിലും നമുക്ക് ഇത് കാണാനാവും. ഹോർമോണിന്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നതാണ് എന്നൊക്കെ പറയപ്പെടുന്നു. അല്ലാതിരിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം എന്തൊക്കെ ഉപദേശിച്ചാലും ശരിയാ, ഞാൻ അങ്ങനെ തന്നെയാണ്, എനിക്ക് പറ്റില്ല എന്നൊക്കെ തോന്നുന്ന കോൺഫിഡൻസ് ലെവലൊക്കെ വളരെ താഴ്ന്നു പോകുന്ന അവസ്ഥയൊക്കെയുണ്ട്. പലപ്പോഴും അത് ആത്മഹത്യയിലൊക്കെ ചെന്ന് അവസാനിക്കുന്ന ദുഃഖകരമായ അവസ്ഥയെ നമ്മൾ കാണാറുണ്ട്. സാറിൻ്റെ അടുത്ത് ക്ലിനിക്കിലൊക്കെ ധാരാളം പേര് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതേപറ്റി ഒന്ന് അറിയണം. എന്താണ് വിഷാദം, അതിനെങ്ങനെ പരിഹരിക്കാനാവും, സാറിനൊന്ന് പറയാമോ? ആക്ച്വലി ഈ വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായിട്ട് പറയാൻ നമ്മുടെ ജീവിതത്തിലെ സങ്കടകരമായ ദുഃഖകരമായ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ്. അപ്പം ഓരോ അനുഭവങ്ങളും നമ്മളിലേക്ക് കോഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇന്ദ്രിയ തലത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ സങ്കടകരമായ അനുഭവങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ കാണുക, വളരെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്നേഹശൂന്യത അല്ലെങ്കിൽ സ്നേഹനഷ്ടം, അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹനഷ്ടം എന്ന് പറയുന്നതാണ് ഒരു കുട്ടിയുടെ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. അപ്പം വേണ്ട വിധത്തിൽ അച്ഛൻ്റെ വാത്സല്യം അമ്മയുടെ സ്നേഹമൊക്കെ കിട്ടാതെ വളരുന്ന ഒരു കുട്ടിയിൽ പിന്നീട് ഒരു വിഷാദത്തിന്റെ ഛായയിലേക്ക് അവൻ അറിയാതെ മാറുകയാണ്. ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ ഒരു 14-15 വയസ്സിന് ശേഷം അവൻ വളർത്തിയ ഒരു പൂച്ചക്കുട്ടി ചത്തു എന്ന് പറയുന്നത് പോലും ഒരു വിഷാദാവസ്ഥയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നുണ്ട്. പക്ഷെ അത്രത്തോളം അത് ആരും അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും ദുഃഖകരമായ ഒരു ഇമോഷൻ അവനിൽ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നഷ്ടബോധ സങ്കട അനുഭവങ്ങളിലൂടെ അവൻ കടന്നു വന്ന് ഇപ്പൊ ആ വ്യക്തിക്ക് ഒരു 30 വയസ്സുണ്ടെങ്കിൽ 30 വയസ്സിൽ അവന്റെ ജോലി നഷ്ടപ്പെട്ട ചിലപ്പം അവനെ ഡിപ്രഷനിലാക്കിയെന്നും പറഞ്ഞായിരിക്കും അവൻ എത്തുക അവൻ ക്ലിനിക്കിൽ എത്തുക. പക്ഷെ ആ 30 വയസ്സിൽ ജോലി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ 29 വയസ്സിൽ അവന്റെ കാമുകി അവനെ ഇട്ടിട്ട് പോയതോ അല്ലെങ്കിൽ അവന്റെ ദാമ്പത്യ പരാജയത്തിലുള്ള സങ്കടം ഒക്കെ നമ്മൾ എല്ലാം കണക്കാക്കുന്നുണ്ട്. എങ്കിൽ പോലും ശരിക്കും നമ്മൾ റിവേഴ്സ് എടുത്ത് താഴോട്ട് വരുമ്പോൾ, ബാക്കിലോട്ട് വരുമ്പോൾ ഓരോ പ്രായത്തിലും ഉണ്ടായ സങ്കടകരമായ ദുഃഖകരമായ അനുഭവങ്ങൾ, ചിലപ്പോൾ അവന്റെ എക്സാമിനേഷന് മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റത്, അല്ലെങ്കിൽ വീട്ടിലെ ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, അവൻ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കിട്ടാതെ പോയ, ഈ ഡ്രസ്സ് കിട്ടാതെ പോയെന്നൊക്കെ പറയുന്നത് ചെറുപ്രായത്തിൽ വളരെ വലിയ സംഭവം തന്നെയാണ്. കാരണം അവന്റെ കൂട്ടുകാരനൊരു ഡ്രസ്സ് മേടിച്ചു, വിഷുവിന് അല്ലെങ്കിൽ റംസാൻ ഒരു ഡ്രസ്സ് മേടിച്ചു, പക്ഷെ അവന് ഒരെണ്ണം കിട്ടണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ കിട്ടിയില്ല എന്ന് പറയുന്നത് ആ 14-15 വയസ്സ് അല്ലെങ്കിൽ ആ പ്രായത്തിലൊക്കെ വലിയ ഇൻസിഡന്റ്, വലിയൊരു ഈവന്റ് തന്നെയാണ്. അപ്പം അങ്ങനെ അത്രത്തോളം പ്രാധാന്യം, അതായത് ചെറുപ്രായത്തിൽ ചെറിയ സംഭവങ്ങൾ പോലും വലിയ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അനുഭവിച്ച് വന്ന ഒരാൾക്കാണ് ഈ 30 വയസ്സിലുണ്ടായ ജോലി നഷ്ടം എന്ന് പറയുന്നത് അവനെ ഡിപ്രഷനിലേക്ക് എത്തിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത്. അപ്പം അത്തരം ഓരോരോ അനുഭവങ്ങളുടെയും നെഗറ്റീവായിട്ടുള്ള സ്വാധീനം, ഓർമ്മയല്ല, ആ സ്വാധീനം ഡീകോഡ് ചെയ്ത് അത് മാറ്റുമ്പോൾ ഈ 30 വയസ്സിലുള്ള അവന്റെ വിഷാദത്തിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്നും അവൻ ഫ്രീ ആകുകയാണ്, മോചിതനാവുകയാണ് ചെയ്യുക. അപ്പം സത്യത്തില് ഇത് പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇൻകമിങ് ആയിട്ട് നമ്മളിലേക്ക് വരുന്ന അനുഭവങ്ങളുടെ ഒരു ഔട്ട് ഗോയിങ് പ്രോസസ്സ്, അതായത് നമ്മൾ കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചും ഒക്കെ നമ്മളിലേക്ക് വരുന്ന അനുഭവങ്ങളുടെ ഒരു ഔട്ട് ഗോയിങ് പ്രക്രിയ നമ്മുടെ സാമൂഹിക സമ്പർക്കങ്ങളോട് ആക്ച്വലി സംഭവിക്കുന്നുണ്ട്. അപ്പം അതങ്ങനെ സംഭവിക്കാതിരിക്കുക എന്ന് പറയുന്നത്
അവൻ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാട് ചിലപ്പം അതിനുള്ളൊരു സാമൂഹിക സമ്പർക്കത്തിൽ അല്ലെങ്കിൽ വളരെ അടുത്ത സുഹൃത്തുക്കളെ ബന്ധുക്കളൊന്നും ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ വിശ്വസ്തരായിട്ടുള്ളവർ ഇല്ലാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഉള്ളിൽ ഒതുക്കപ്പെടുകയാണ്. അങ്ങനെ ഒതുക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് പ്രശ്നങ്ങൾ പുറത്തോട്ട് വരിക, അതിന്റെ വ്യക്തിത്വത്തെ ബാധിക്കുക. ആ പ്രശ്നം ചിലപ്പോൾ വിഷാദമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ മാറ്റപ്പെടുന്നത് അതിന്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതാണ്. സാർ, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കാണാറുണ്ട് നമ്മൾ വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ വിയോഗം. നമ്മുടെ വൈഫ് ചിലപ്പോൾ നഷ്ടപ്പെട്ട ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ, അവരൊക്കെ വളരെ അടുപ്പത്തിലൂടെ ജീവിച്ച് 10-40 വർഷമൊക്കെ ഒരുമിച്ച് ജീവിച്ചവരൊക്കെ ആയിരിക്കാം. സാമ്പത്തിക സാഹചര്യങ്ങൾ സുരക്ഷിതമായിരിക്കാം. പക്ഷെ പെട്ടെന്ന് അങ്ങനെയുള്ള നഷ്ടങ്ങൾ നമ്മൾ ഒരു അറ്റുനോക്കുണ്ടായ കുട്ടി നഷ്ടപ്പെട്ടൊക്കെ പത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഇവർ സൈലന്റ് ആയി പോകുന്ന അവസ്ഥയുണ്ട്. ഈ ഡിപ്രഷനിലേക്ക് വീണുപോയിട്ട് പിന്നെ ആ ഡിപ്രഷൻ ഒരു കയമാണ്, ഇത് നീന്തിക്കൊണ്ടേയിരിക്കുകയാണ്, പുറത്തേക്ക് കയറാൻ പറ്റാത്ത. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ കൃത്യമായ കൗൺസിലിംഗ് കൊണ്ട് ഗുണം വരും. വിഷാദത്തിന്റെ ഏറ്റവും വലിയൊരു പീക്ക് അവസ്ഥ തന്നെയാണ് ഒരാൾ മരിച്ചു പോവുക, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾ നമ്മളെ വിട്ടുപോകാന്നൊക്കെ പറഞ്ഞു. ആ വിയോഗം വളരെ ആഴത്തിലുള്ളത് തന്നെയാണ്. അപ്പം പക്ഷെ നമുക്ക് വേറൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഒത്തിരി പേരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്, പക്ഷെ കുറച്ചു പേര് മാത്രമേ ഡിപ്രഷനിലേക്ക് പോകുന്നുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ നഷ്ടബോധ അനുഭവങ്ങൾ അല്ലെങ്കിൽ വിഷാദ അനുഭവങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ബാക്ക് ഹിസ്റ്ററി ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. ചിലപ്പം ആളിനിപ്പോൾ 40 വയസ്സുണ്ടെങ്കിൽ അതിന് താഴെയുള്ള പ്രായത്തിൽ ഒരുപാട് കൊച്ചു കൊച്ചു ഇൻസിഡൻസ് അതത് പ്രായങ്ങളിൽ സങ്കടപ്പെടുത്തിയിട്ടുള്ള, വല്ലാതെ വിഷമിപ്പിച്ചിട്ടുള്ള, ചിലപ്പം എന്താ പറയുക, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടങ്ങൾ, സ്നേഹനഷ്ടങ്ങൾ, സൗഹൃദ നഷ്ടങ്ങൾ, അങ്ങനെ ഒരുപാട് നഷ്ടബോധങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസന്റ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു മരണം എന്ന് പറയുന്ന പുള്ളിയെ കൂടുതൽ ആഴത്തിലേക്കാണ് നയിക്കുക, വിഷാദത്തിന്റെ ആഴത്തിലേക്കാണ് നയിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബൈക്കിലേക്ക് എടുത്തിട്ട് ഓരോരോ നഷ്ടബോധ അനുഭവങ്ങളുടെയും അതിന്റെ സർപ്ലസ് നെഗറ്റീവ് ഇമ്പാക്ട്, ആ സ്വാധീനം ഡീകോഡ് ചെയ്ത് മാറ്റാം. മരുന്നോ ഷോക്കോ ഹിപ്നോട്ടിസോ ഒന്നുമില്ലാതെ തന്നെ, കൗൺസിലിംഗ് ഒന്നുമില്ലാതെ തന്നെ ഓരോരോ അനുഭവങ്ങളുടെയും ഇന്ദ്രിയതല സ്വാധീനം, ആ സംഭവങ്ങൾ കണ്ടതാണോ കേട്ടതാണോ തൊട്ടതാണോ എന്ന് വിശകലനം ചെയ്തിട്ട് അതിന്റെ അധികരിച്ച സ്വാധീനം നമ്മളിൽ നിന്നും ഒരു ഔട്ട് ഗോയിങ് പ്രോസസ്സ്. ശരിക്കും ആ ഔട്ട് ഗോയിങ് പ്രക്രിയ എന്ന് പറയുന്നത് സ്വാഭാവിക ജീവിതത്തിൽ, സ്വാഭാവിക ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന സാഹചര്യത്തിന്റെ പ്രത്യേകത കൊണ്ടാവാം ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ച് കാണില്ല. അപ്പം അന്ന് സ്വാഭാവികമായിട്ട് സംഭവിക്കാതെ പോയ ആ ഔട്ട് ഗോയിങ് ആ പ്രക്രിയ ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് സാങ്കേതിക തലത്തിൽ, ശാസ്ത്രീയ തലത്തിൽ ആ ഔട്ട് ഗോയിങ് പ്രക്രിയ പൂർത്തീകരിക്കാന്നുള്ളത്. ആ സ്വാധീനം ഡീകോഡ് ചെയ്ത് മാറ്റപ്പെടുമ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആളിന്റെ മരണം എന്ന് പറയുന്ന അതിൽ നിന്നുണ്ടായ വിഷാദത്തിന്റെ ആ ഒരു തീവ്രത, ഇന്റൻസിറ്റി സ്വാഭാവികമായിട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആളുകൾക്ക് അത് ഉൾക്കൊള്ളാനാവുന്ന രീതിയിൽ മാറുന്നില്ല. അതെ. ഈ പ്രക്രിയ ആക്ച്വലി സ്വാഭാവികമായിട്ട് ഈ പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ സയൻസും ഇതൊക്കെ കണ്ടുപിടിച്ച ഒരു 100-140 വർഷമേ ആയിട്ടുള്ളൂ. അപ്പം അതിനു മുമ്പ് തന്നെ ഈ പ്രകൃതിയിൽ ഒരു സ്വയമേവ ഈ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇൻകമിംഗ് ആയിട്ട് വരുന്ന നമ്മുടെ അനുഭവങ്ങളുടെ ഒരു ഔട്ട് ഗോയിങ് പ്രക്രിയ സ്വാഭാവികമായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാതെ പോകുന്നവരിൽ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ സ്വന്തം മാനസിക പ്രശ്നങ്ങളായിട്ട് മാറാറുള്ളത്. അപ്പം നടക്കാതെ പോയ ആ ഔട്ട് ഗോയിങ് പ്രക്രിയ കൃത്രിമമായിട്ട് നടത്തുക, അല്ലെങ്കിൽ സാങ്കേതിക തലത്തിൽ നടത്തുക എന്ന് പറയുന്ന, ശാസ്ത്രീയ തലത്തിൽ നടത്തുക എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ അവലംബിക്കാറുള്ളത്. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ക്ഷിപ്രകോപം എന്ന് പറയും. വളരെ സെക്കൻഡ് വെച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുക, വളരെ മോശമായിട്ടൊക്കെ പൊട്ടിത്തെറിക്കുക ചെറിയ കാര്യങ്ങളിൽ. അപ്പം നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറ് എന്തിനാണ് ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അൺകൺട്രോളബിളായിട്ട് ആളുകൾ പ്രതികരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അവർക്ക് നിയന്ത്രിക്കാനാവാത്തൊരവസ്ഥയുണ്ട്. പിന്നീട് അവർ പശ്ചാത്തപിക്കുന്നത് കാണാറുണ്ട്, വേണ്ടിയിരുന്നില്ല എന്നൊക്കെ. പക്ഷെ പിന്നെ തോന്നും. പക്ഷേ ഈ സന്ദർഭങ്ങളിൽ വീണ്ടും അത് ആവർത്തിക്കുന്നു. അപ്പം അങ്ങനെയുള്ള പ്രയാസങ്ങൾ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും സാർ? ഈ ക്ഷിപ്രകോപം എന്ന് പറയുന്ന മിക്ക ആൾക്കാരിലും ഉള്ളൊരു കാര്യമാണ്. അത് സപ്രസ്ഡ് ആങ്കർ എന്ന് വേണമെങ്കിൽ പറയാം, അടിച്ചമർത്തിയ ദേഷ്യമാണ്. അപ്പം മിക്കവാറും ഒരുപാട് ബാക്ക് ഹിസ്റ്ററിയാണ്. നിങ്ങൾ മുന്നമേ തന്നെ ആ വ്യക്തിയുടെ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് ദേഷ്യാനുഭവങ്ങൾ, ദേഷ്യം തോന്നേണ്ട സന്ദർഭങ്ങളിൽ
അടിച്ചമർത്തി വെച്ച അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നും രണ്ടും ആയിരിക്കത്തില്ല, ഒരുപാട് കാണും. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരു വ്യക്തിക്കാണ് ഇപ്പോഴത്തെ പ്രായത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ പ്രതികരിക്കുക, അല്ലെങ്കിൽ ക്ഷിപ്രകോപത്തിൽ വല്ലാതെ ബഹളം ഉണ്ടാക്കുക, ഒച്ച വെക്കുക എന്നൊക്കെ പറയും അല്ലെ. പിന്നെ വേറൊരു വശം എന്ന് പറയുന്നത് സങ്കടാനുഭവങ്ങൾക്ക് ദേഷ്യവുമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട്. അധികരിച്ച സങ്കടവും പലപ്പോഴും ദേഷ്യമായിട്ട് മാറാറുണ്ട്. അങ്ങനെയും കൂടെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം മിക്കവാറും അത്തരം വ്യക്തികൾ ഒരുപാട് സങ്കടാനുഭവങ്ങളിലൂടെ അവർക്ക് വല്ലാതെ വിഷമം ഉണ്ടാക്കിയിട്ടുള്ള, ദുഃഖം ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ദേഷ്യം എന്ന് പറയുന്ന അച്ഛനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം പലപ്പോഴും അച്ഛൻ കുട്ടിയോട് ദേഷ്യപ്പെട്ട ഒരു കുട്ടിക്കാലം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ആ വ്യക്തിയോട് കുട്ടിക്കാലത്ത് അച്ഛൻ വല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കാം. അച്ഛൻ നമുക്ക് കിട്ടുന്നതാണോ, നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണല്ലോ നമ്മൾ കൊടുക്കുക. അപ്പം സ്നേഹത്തോടെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ വളരാനുള്ളൊരു ഭാഗ്യം ചെയ്ത കുട്ടി ആയിരിക്കണമെന്നില്ല. ക്ഷിപ്രകോപിയായ ഒരു അച്ഛനായിരിക്കാം, വല്ലാതെ ശിക്ഷിക്കുന്ന ഒരു അച്ഛനായിരിക്കാം. ഒച്ചയെടുത്ത് ശബ്ദമായിട്ട് അതിന് ബന്ധമുണ്ട്. ദേഷ്യത്തിന് ശബ്ദമായിട്ട് ബന്ധമുണ്ട്. ശബ്ദമാണ് ശരിക്കും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇന്ദ്രിയാനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ഒച്ചത്തിൽ വഴക്ക് പറഞ്ഞ അച്ഛനിൽ നിന്ന് തന്നെ കേട്ട അനുഭവങ്ങൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ബാക്ക് ഹിസ്റ്ററി ഉണ്ടാവാം. എന്തായാലും മുൻകാല അനുഭവങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട്. അത്തരം അനുഭവങ്ങളുടെ സ്വാധീനം ഡീകോഡ് ചെയ്ത് മാറ്റുമ്പോൾ, ഓർമ്മയല്ല, ആ ഇന്ദ്രിയാനുഭവ സ്വാധീനം, ആ നെഗറ്റീവായിട്ടുള്ള സർപ്ലസ് ഇമ്പാക്ട് ഡീകോഡ് ചെയ്ത് മാറ്റുമ്പോൾ ഇപ്പോഴുള്ള പ്രായത്തിലെ ക്ഷിപ്രകോപം എന്ന് പറഞ്ഞ പ്രശ്നത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുന്നതാണ്. പരിഹാരം ഉണ്ടെന്നാണ്. അപ്പൊ നിങ്ങൾ ദേഷ്യപ്പെടുന്നവർക്കൊക്കെ പരിഹാരമുണ്ട്. തീർച്ചയായിട്ടും പേടിക്കേണ്ട, വിഷമിക്കേണ്ട കാര്യമില്ല. പലരും പിന്നീട് പശ്ചാത്തപിക്കാറുണ്ട്. സാധാരണ രീതിയിൽ നല്ല രീതിയിലൊരു കൺസൾട്ടേഷനിലൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനാവുകയും ചെയ്യും. ഇനി ഒരുപാട് കാര്യങ്ങൾ ടൈറ്റസ് സാറായിട്ട് നമുക്ക് ചോദിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ സമയപരിമിതി ഏകദേശം അവസാനിക്കുകയാണ്. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് നമ്മോട് വിശദീകരിച്ച് തന്ന് ഡോക്ടർ ടൈറ്റസ് പി വർഗീസ് ആണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവല്ലയിലും കോഴിക്കോടുമായിട്ടൊക്കെ ഒരുപാട് വർഷം ഒരുപാട് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഡോക്ടർ. ഡോക്ടർ നമുക്ക് ഈ പ്രോഗ്രാമിൽ കിട്ടിയതിൽ വളരെ സന്തോഷം. കുറേ തിരക്കിനിടയിലുമാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. നമ്മുടെ സമയപരിമിതി കൊണ്ട് എപ്പിസോഡ് തീരുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും ടൈറ്റസ് സാറിനോട് കൂടെ നമ്മൾ കാണും. കുറേ കൂടി കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. അതുവരെ നന്ദി, നമസ്കാരം.